ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. നമ്മുടെ അടുത്തുള്ള മക്കളെയും ദൂരെയായിരിക്കുന്ന മക്കളെയും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് കൃപയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ. ഈ ശുശ്രൂഷയിൽ അവരുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച്, അവരുടെ എല്ലാ പ്രതിസന്ധികളെയും ചേർത്ത് വെച്ച് അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ മക്കൾ വളരെയേറെ വിഷമിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും അവർ വിശ്വസിച്ചവരെന്നും സ്നേഹിച്ചവരെന്നും തിരിച്ചടികളുണ്ടായി മക്കൾ പലപ്പോഴും വീണു പോകുന്ന സാഹചര്യങ്ങൾ, നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ചില വിഷമസന്ധികളിൽ സഹായിക്കുവാൻ വന്ന എന്നാൽ മക്കളെ ചതിച്ച പല അവസരങ്ങളുമുണ്ട്. അങ്ങനെ വിഷമിച്ച് കഴിയുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് വേദനിക്കുന്ന പ്രിയ മാതാപിതാക്കൾ, നമ്മൾ ഓരോരുത്തരും ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വീഴ്ചകൾ വരികയോ ഏതെങ്കിലും വ്യക്തികളിലൂടെ തിന്മ കടന്നു വരികയോ തെറ്റായ ബന്ധങ്ങളെയും കടന്നു വന്ന് അവർക്ക് ചതിയൊക്കെ ലഭിച്ച് മക്കൾ വേദനിച്ച് കഴിയുന്നുണ്ടെങ്കിൽ, ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ ഡിപ്രഷനിലേക്ക് വീണുപോയ മക്കൾ, മാനസികമായി താളം തെറ്റിയ അവസ്ഥയിലുള്ള മക്കൾ, വീടിന് പുറത്തിറങ്ങാൻ പറ്റാതെ മുറിയിൽ കഥകടച്ചിരിക്കുന്ന മക്കൾ, അവരെയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. അവരുടെ സൽപ്പേരിന് കളങ്കമാകുന്ന എല്ലാ പ്രവൃത്തികളും വിട്ടുമാറുവാൻ അനുഗ്രഹത്തിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമ്യ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 19-ാം വചനം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല, നിന്റെ രക്ഷയ്ക്കായി ഞാൻ കൂടെയുണ്ട്, കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവ് നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടാകുവാൻ, നമ്മുടെ മക്കൾക്കെതിരെയുള്ള എല്ലാ യുദ്ധങ്ങളും, എവിടെ നിന്നൊക്കെ ആയുധങ്ങളുമായി മക്കൾക്കെതിരെ ശത്രുക്കൾ വന്നാലും, ആത്മീയ യുദ്ധമുണ്ടായാലും, അവിടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുവാൻ, ഭാവിയെ തടസ്സപ്പെടുത്തുവാൻ സുഹൃത്തുക്കളിൽ നിന്നോ വിശ്വസ്തരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ അസ്വീകാരികളിൽ നിന്നോ കടന്നു വരുന്ന എല്ലാ തിന്മകളും മാറിപ്പോകുവാൻ കർത്താവ് കൂടെ നിൽക്കുവാൻ നമുക്കിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപയാൽ മക്കൾ നിറയട്ടെ, ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, വചനം നിറയട്ടെ, ധൈര്യമായി നമ്മുടെ മക്കൾ ജീവിക്കട്ടെ. ആമേൻ. ജെറമിയ 1:19, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കയില്ല, നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്കെതിരെ വരുന്ന എല്ലാ എതിർപ്പുകളെയും എല്ലാ തിന്മകളെയും അവിടുത്തെ ശക്തിയാൽ നിഷ്പ്രഭമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ പുറത്ത് കർത്താവ് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും, എല്ലാ വഞ്ചനയും, ചതിവ്, ഞങ്ങളുടെ മക്കളുടെ സൽപ്പേരിന് കളങ്കമായി വന്നിരിക്കുന്ന എല്ലാ പീഡകൾ ഈശോയെ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ മക്കൾ ദൈവിക ശക്തിയാൽ അവിടുത്തെ കൃപയാൽ നിറയട്ടെ, അങ്ങയുടെ ശക്തിയെ വർണ്ണിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.